പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ജി സുധാകരനെതിരെ നിലപാട് കടുപ്പിക്കുന്നു CPIM. രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലേക്ക് കടക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ആയിരക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ച അമ്പലപ്പുഴയിൽ പരിപാടി സംഘടിപ്പിക്കും. രക്തസാക്ഷി ഭുവനേശ്വരനെ അപമാനിച്ചെന്ന് ബ്രാഞ്ച് തലം മുതൽ പ്രചാരണം നടത്തും. ജി സുധാകരന്റെ വീടിന് മുന്നിൽ വർഗവഞ്ചകൻ എന്ന ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്തായാലും ഇന്നലെ ജി സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക് ഞാൻ ഇനി സ്വതന്ത്രൻ എന്ന നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ആലപ്പുഴയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഏറ്റവും ആദ്യം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അത് വർഗവഞ്ചകന് മാപ്പില്ല വോട്ടില്ല എന്നതായിരുന്നു. CPMന്റെ ഔദ്യോഗിക പോസ്റ്ററായിരുന്നു. അതിനിപ്പുറം ഒരു ദിവസം പിന്നിടുമ്പോൾ ഇപ്പോൾ ഇതാ ജി സുധാകരന്റെ വീടിന് മുന്നിൽ സമാനമായ പോസ്റ്ററുകൾ വരുന്നു. സുധാകരന്റെ വീടിന് മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തുന്നു. ജന്മനാടായ താമരക്കുളത്തായിരുന്നു, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വളർന്നതും ആ നാട്ടിലാണ്. അവിടെ ഇന്നലെ പാർട്ടി അണികൾ, നൂറുകണക്കിന് വരുന്ന പാർട്ടി അണികൾ തെരുവിലിറങ്ങി. ജി സുധാകരനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങളുമായിരുന്നു അവരുടെ പ്രകടനം. ആ പ്രകടനം അവസാനിച്ചത് ജി സുധാകരന്റെ സഹോദരൻ രക്തസാക്ഷി ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷി കുടീരത്തിലാണ്. അവിടെയും സമാനമായ മുദ്രാവാക്യവും രൂക്ഷമായ പ്രസംഗവുമൊക്കെയായിരുന്നു ജി സുധാകരനെതിരെ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ വീടിന് സമീപത്തേക്ക് വന്നാൽ ഈ വർഗവഞ്ചകന് മാപ്പില്ല വോട്ടില്ല എന്ന ആ പോസ്റ്ററുകൾ വീടിന് മുന്നിലും CPIM പതിച്ചിട്ടുണ്ട്. അല്പം അപ്പുറത്തേക്ക് പോയാൽ കുലം കുത്തികളെ കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കും എന്ന ബാനർ വീടിന് മുന്നിലായി കെട്ടിയിട്ടുണ്ട്. അത് ഭഗവതിക്കൽ സഖാക്കൾ എന്ന പേരിലാണ്. ഈ വീടിരിക്കുന്ന പ്രദേശമാണ് ഭഗവതിക്കൽ. ഇവിടുത്തെ പാർട്ടി അണികളാണ് ആ പോസ്റ്റർ വെച്ചിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് പാർട്ടി സംഘടിതമായ രീതിയിൽ ഈ നിലവിലത്തെ പ്രശ്നത്തെ നേരിടാൻ ഒരുങ്ങുകയാണ്. സമവായത്തിന് ഇനി സമയമുണ്ട് എന്ന് പറഞ്ഞ ആർ നാസർ തന്നെയും അതിനുള്ള സമയമില്ല എന്നുള്ള രീതിയിലുള്ള മറ്റു പ്രതികരണങ്ങളും ജി സുധാകരനെതിരെ അതിരൂക്ഷമായി നടത്തിയിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളതായിരുന്നു ആർ നാസറിന്റെ പ്രതികരണം. അത്തരത്തിലൊരു പ്രതികരണം നടത്തിയ പാർട്ടിയോ പാർട്ടിയുടെ ഒരു അണിയോ എങ്കിലും ഒരു അനുനയ ശ്രമത്തിന് ഇനി ജി സുധാകരന്റെ വീട്ടിലേക്കോ അടുത്തേക്ക് വരില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അദ്ദേഹത്തിനൊപ്പമുള്ള ചില അനുഭാവികളുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെ കൊഴിഞ്ഞുപോക്ക് തടയുകയാണ് CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ബ്രാഞ്ച് തലം മുതൽ കൃത്യമായ അച്ചടക്കത്തോടെ കൃത്യമായ ആസൂത്രണത്തോടെ ചില പരിപാടികൾ സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന പരിപാടിയിൽ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുക്കും. ജി സുധാകരനെതിരായ പ്രചാരണത്തിന്റെ പാർട്ടിയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ജി ഭുവനേശ്വരൻ എന്ന രക്തസാക്ഷിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ആ രക്തസാക്ഷിയെ അപമാനിച്ചു എന്നുള്ളതാണ് പ്രധാനമായും അവർ ഉയർത്തിക്കാട്ടുന്ന പ്രചരണം. എന്തായാലും ഇന്നലെ തന്നെ ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ചുവരെഴുത്തോ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളോ എനിക്കുണ്ടാവില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും മറ്റു രീതിയിലുള്ള പ്രചരണ പരിപാടികളായിരിക്കും അദ്ദേഹം മുന്നോട്ട് വെക്കുക.